ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കലപ്പില സിസ്റ്റേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് ഞങ്ങളെ വീട്ടിൽ കുറച്ച് പച്ചക്കറി തോട്ടം എന്ന് പറയാനുള്ള ഒരു പച്ചക്കറികളുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാനാണ്. അപ്പം പച്ചക്കറി കാണാം. ആദ്യം തുടങ്ങുന്നത് കക്കിരി ഉണ്ടാകും കേട്ടോ. ഇത് കക്കിരിയാണ്. ചെറുതായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ല്ലേ ഇത്രയൊക്കെ ഉണ്ടായി. ഇതിപ്പോൾ അടുത്ത് നട്ടതാണ്. ഇത് പിന്നെ കുരുമുളക് ഉണ്ടായിട്ടില്ല. ചിലതൊക്കെ ഉണ്ട് കേട്ടോ. കുരുമുളക് ഇത് പുതിനേൻ്റെ ഇലയാണ് കേട്ടോ. പിന്നെ ഇത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഇതിലുണ്ടാകും. അതിൻ്റെ സീസൺ ആയിട്ടില്ല. ആവുമ്പോൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത് മുളക്, ഇത് വയലറ്റ് മുളകാണ്. ഇത് നമ്മളെ പച്ചമുളക്, സാധാ പച്ചമുളക്. ഇതും അതേപോലെ മുളക് തന്നെയാണ്. ഇത് പയറാണ്. പയർ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊക്കെ പയറിൻ്റെ ചെടികളാട്ടോ. ഇവിടെ മുഴുവൻ ഇങ്ങനെ പയറിൻ്റെ ചെടികളാണ്. ഇത് മാവാണ്. ഇതെന്താ ഇപ്പം? ഇത് മാവാണ്. ഇത് മുളക്. ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ ഇത് പൊട്ടിക്കാണ്. ഇതും പൊട്ടിക്കാണ് കേട്ടോ. തുളസിയാണ്. പിന്നെ വഴുതന. ഇവിടെ നിങ്ങളിലേക്ക് ഇത് വെണ്ട. ഇതും ഇവിടേക്കുള്ളൊക്കെ വെണ്ടയാണ്. ഇത് വത്തക്കൻ്റെതാണ് കേട്ടോ. വത്തക്കയാണ് ഈ ഉണ്ടായി വരുന്നത്. പിന്നെ ഇത് എൻ്റെ വെള്ളരിൻ്റെ ആണ്. അവിടുന്ന് ഇവിടെ വെള്ളരി ഉണ്ടായി. ഇവിടെ വെള്ളരിൻ്റെ കായ ഉണ്ടായിട്ടുണ്ട്. അതാവുമ്പോൾ ഞങ്ങളൊരു വീഡിയോ എടുക്കും. ആ ഭാഗത്തുണ്ട്. അവിടേക്കും ഒരു രണ്ട് വെള്ളരി. പിന്നെ ഇത് തുളസി, സോറി അലോവേര കേട്ടോ. ഇത് തുളസി, കറ്റർവായ, തുളസി. അതായത് തക്കാളി ഇത്ര വരെയാണ്. ഇത് വേറെ വെറൈറ്റി തക്കാളിയാണ്. ഇത്രേ വളരുള്ളൂ. പിന്നെ ഇത് കോവക്ക. കോവക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്താണ്? ഒരു കത്തി എടുത്തിട്ടുണ്ട്. ഇത് പറിക്കാം. ചൈന റോസ് ആണ്. പിന്നെ പത്തനി മുല്ലയും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് പത്തനി മുല്ലയുണ്ട്. അപ്പം നമുക്ക് നമ്മളെ കോവക്കത്തോട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ ഞങ്ങൾ കോവക്കാത്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് കോവക്കാത്തോട്ടത്തിലുള്ളൊരു വൈബ്. ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. തക്കാളികളൊക്കെ നമ്മുടെ തക്കാളികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല ഇത് വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലുപ്പമായിട്ടുണ്ട്. ഇത് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ അതിൻ്റെ വളർച്ച. ഒന്നൊക്കെ നന്നായിട്ട് ചോന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കേട്ടോ, ഇതൊക്കെ നമുക്ക് പറിക്കാൻ പറ്റും കേട്ടോ. നല്ല ചോപ്പുകളൊന്ന് പറിക്കും. അതൊക്കെ കുറച്ചായിട്ടുള്ളൂ. നല്ല ചോപ്പുകൾ, നല്ല കട്ട ചോപ്പുകളൊക്കെ ഉള്ള. പിന്നെ ഇതാണ് അബിയു. ഇത് പുറത്ത് കുഴിച്ചിട്ട് കേട്ടോ. അത് കായ ഇതുവരെയായിട്ട് ഉണ്ടായില്ല. ഞങ്ങൾ കഴിച്ച് നോക്കിയില്ല. പിന്നെ അതിമേൽ ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പൂവിടുന്നുണ്ട്, കായൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അത് തൊഴിഞ്ഞു ചെയ്യുന്നത്. പിന്നെ അത് നമ്മുടെ പ്ലാവാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ മുറ്റത്തും ഉണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പം അതൊക്കെ കവുങ്ങും. പിന്നെ ആ കാണുന്ന മരമാണ് ഈ അവിടെ ഏറ്റവും ലാസ്റ്റ് ഒരു മരമുണ്ട്. അതാ ഈ കാണുന്ന മരമാണ് നമ്മുടെ റംബൂട്ടാന്. പിന്നെ അതിന് മുമ്പുള്ളത് മാവാണ്. പിന്നെ പേരക്കൻ്റെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുമ്പ് മാവ് ചെറുതാണ് കേട്ടോ. ചെറുതായിട്ടുള്ളൂ. പിന്നെ പേരക്കയാണ് ഈ വലുതായി വന്നത്. അതിന് മുകളിലും നന്നായിട്ട് വലുതായ ഇലല്ലേ, അത് റംബൂട്ടാൻ്റെതാണ്. അപ്പോൾ അതായത് നമ്മൾ ഇവിടെയുള്ള തക്കാളികളൊക്കെ കൊടുക്കുന്നു. പിന്നെ ഒരു പേരക്ക മരം കൂടെ ഉണ്ട് കേട്ടോ. അവിടെ ചെറിയത് കണ്ടില്ല, ഒരു പേരക്ക മരം കൂടെ ഉണ്ട്. ഒരു കയ്യിൽ ഇത്രേ കൊള്ളുള്ളൂ കേട്ടോ. ഇനി അടുത്ത് അപ്പം ഞങ്ങളങ്ങനെ കോവക്ക വയ്ക്കി. ഇവിടുന്ന് കുറച്ച് ഇവിടെയും ഉണ്ട് കേട്ടോ. ഇത് പിടിച്ച ക്യാമറ ഓടി കിട്ടി. കോവക്ക നമുക്കിപ്പോൾ കൈക്ക് തിന്നപ്പച്ച് എന്തേനി മരുന്നടിച്ചിട്ടുണ്ടാവും. കോവക്കയിൽ അടിച്ചിട്ടില്ല. എന്തേനി കക്കാടമ്പയിലാണല്ലേ? കോടഞ്ചേരി. ഇവിടെ മറ്റേ എന്തേലും കോവക്ക തോട്ടം ഇതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വലയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ
കുറച്ച് തക്കാളി ഉണ്ട്, കോവയ്ക്ക ഉണ്ട് കേട്ടോ. എന്താ വളരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ വളർന്നു വരില്ല. അപ്പം ഇതൊക്കെയാണ് ഇവിടെ ഉള്ള വൈബ് എന്നൊക്കെ പറഞ്ഞാൽ. അവിടെ ഒരു പ്ലാവുണ്ട്, അതിൻ്റെ ഇടയിലിട്ടോ കാണുന്നറിയില്ല. പിന്നെ അവിടെ ഒക്കെ കവുങ്ങാണ്. അവിടെ ഒരു പ്ലാവുണ്ട്, ഇന്നലെ ഞങ്ങൾ അതിനകത്ത് ചക്ക പറിച്ചിരുന്നു കേട്ടോ. അത് അത് കുഞ്ഞാണെങ്കിലും അതിനനുസരിച്ചുള്ള ചക്ക, കുഞ്ഞു ചക്ക തന്നെ അയിമലുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഇതിൻ്റെ ഈ ഇലൻ്റെ ഇടയിലൊരു ഇതുണ്ട്, ചിക്കുമരമാണ് കേട്ടോ. അവിടെ ഉള്ളതാ ഇത് തന്നെ ചിക്കുമരം. ഈ ഇല ഇത് ചിക്കുമരമാണ്. അപ്പം ഇവിടെ ഒരു വലിയ തെങ്ങുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ തന്നെയുള്ളൂ വിശേഷം. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ടേക്ക് പോകാം അല്ലേ. അപ്പുറത്തെ സൈഡിലും ഉണ്ട് കുറച്ചൊക്കെ പച്ചക്കറികളല്ല, അവിടെ കോഴികളും ഇതൊക്കെ ഉണ്ടായി കാണിച്ചു തരാം. ഇപ്പം അടുത്തായിട്ട് ഞങ്ങളൊക്കെ ഉണ്ട് കോഴികളെ നോക്കാറ്. കാരണം വെച്ച് ഇപ്പോൾ കോഴിനെ നോക്കാൻ ഞങ്ങളാണ്. അവിടെയാണ് കോഴിക്കൂടുള്ളത്. അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഴിക്കൂട്ടിക്ക് വായിക്കാം. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.